ഹായ് ഫ്രണ്ട്സ് ടു ഹീറോയ്ക്ക് മാരേജ് നടന്ന കാര്യം ഹീറോയ്ക്ക് അറിയില്ല. ഹീറോയിനെ എണിച്ചിട്ട് പോകാൻ പറഞ്ഞു. ഇങ്ങനെ ചടങ്ങ് ഇതെല്ലാം കഴിഞ്ഞായിരുന്നു. ഹീറോയ്ക്ക് കുറച്ച് ഡൗട്ട് വരാൻ തുടങ്ങിയാണ്. ഹീറോയ്ക്ക് ഓർക്ക ചാച്ചാ ഇതൊന്നുമില്ല, ഇതൊന്ന് പ്രാങ്ക് ഒന്ന് ചെയ്യുന്നതാ എന്ന് ഹീറോയ്ക്കും ഒന്നും അറിയില്ലായിരുന്നു. ഹീറോയി പ്രാങ്ക് ഒന്ന് ചെയ്യുന്നതാന്ന് വെച്ചിട്ട് അങ്ങനെ മിണ്ടാതിരുന്നായിരുന്നു. അതിനെ കൊണ്ട് ഹീറോയി പ്രാങ്ക് ഒന്ന് ചെയ്യുന്നത് അതെ ഹീറോയ്ക്ക് അത് മാത്രമല്ല ഹീറോയ്ക്ക് അങ്ങനെ കുറച്ച് അതിങ്ങനെ കറങ്ങാൻ പോകുമ്പോൾ തുണി കെട്ടാൻ പറഞ്ഞായിരുന്നു ഹീറോയിൻ്റെ കണ്ണൊക്കെ. അങ്ങനെ കൊണ്ട് ഹീറോയിൻ അത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല, പാതിയിലായിട്ട് പോകുന്ന മാതിരി കാണുന്നു, അത്രയാണ് ക്ലിയർ കാണുന്നില്ല. അങ്ങനെ ഹീറോയി അതിൽ വെച്ച് കെട്ടിയിട്ട് നടക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ചടങ്ങ് മൊത്തം കഴിഞ്ഞായിരുന്നു. ഹീറോയി കണ്ണ് തുറന്നായിരുന്നു. ഹീറോയി അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ റൂമിൽ കൊണ്ടുപോയപ്പോൾ കണ്ണ് തുറന്നായിരുന്നു. ഹീറോയി എന്താ ചെയ്ത് അമ്മ പറയാൻ പോയിരുന്നു. ഹീറോയിൻ ഞാൻ കണ്ണ് ഒരു കാര്യം കാട്ടിയായിരുന്നു. ശരിടാ. അങ്ങനെ ഹീറോയിനെ റെഡി ആക്കിയായിരുന്നു. എന്തിനാ അമ്മ സാരെടുക്കുന്ന മല്ലുകല്ല് വെക്കുന്ന എന്തിനാ? ഒന്നുമില്ലമ്മ എന്ന് പറയായിരുന്നു. എന്തിനമ്മ എന്തോ ഒന്ന് മറിക്ക് എന്താ പിന്നെ നെക്കിലെന്തോ ഒരു മാറിയുണ്ട് അതോ ഒന്നും പറയണ്ട, അതോ ഒന്നുമില്ല നിനക്ക് സർപ്രൈസ് എന്തോ നെക്കിലെന്തോ ഞാൻ നോക്കാൻ വെക്കാൻ പറയാം ഹീറോയിൻ്റെ പറഞ്ഞു. അതൊന്നുമില്ല പറഞ്ഞു. ഹീറോ ഡ്രസ്സിൽ ചേഞ്ച് കണ്ണു തുണി കെട്ടിയായിരുന്നു. ഹീറോ അമ്മ എന്തോ ഒന്നും മറിക്കണേ ഇല്ലമ്മ, എനിക്ക് ഗിഫ്റ്റ് റൂമിൻ്റെ ഉള്ളിലുണ്ട്. ഗിഫ്റ്റാ? അതെന്താ ഗിഫ്റ്റ് എന്ന് ഹീറോയെ പറയായിരുന്നു. ഇല്ല എനിക്ക് ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ബാക്കി മെമ്പേഴ്സ് എല്ലാം ഹീറോയിൻ്റെ മമ്മി ഡാഡി പിന്നെ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇവിടുന്ന് ഓടിപ്പോയിരുന്നു. ഹീറോയിൻ ലോക്ക് ചെയ്ത് താകൂട്ടിക്കോ എന്ന് പറഞ്ഞു. ഹീറോയിൻ എന്തിനാ റൂമിൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലോക്ക് ഇട്ട് അവരെല്ലാം ഓടിപ്പോയിരുന്നു. ഹീറോയിൻ മധു പറയായിരുന്നു എന്നാടി നടക്കാൻ പോവാ ഒന്നും അറിയില്ല അങ്ങനെ പറഞ്ഞു. ഹീറോയിൻ പാലെടുത്തോണ്ട് ശരി പാൽ എന്തിനാ? ഓ കുടിക്കാനാ എന്ന് പറഞ്ഞു. ഗിഫ്റ്റ് അകത്തുണ്ട്, പാൽ ഞാൻ മിൽക്ക് കൊണ്ടുവന്ന ശരി എന്ന് പറഞ്ഞു. എടുത്തോണ്ട് പോയി അവിടെ വെച്ച് കുടിക്കാം എന്ന് പറഞ്ഞ് ഹീറോയിൻ പോവായിരുന്നു. ബാദാമിൻ്റെ പാല ഉള്ളിൽ പോയിട്ട് കഴിക്കുക ഇത്രേ ഉണ്ടു. ശരി ഇഷ്ടംപോലെ കുടിക്കാമെന്ന് പറഞ്ഞു. ലോക്ക് ചെയ്ത് തിരിഞ്ഞ് നോക്കും 7 ബോയ്സ് ഉണ്ടായി. ഇത് കണ്ട് ഹീറോയിൻ ഷാക്കായിരുന്നു. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇത് ഡ്രീമാണോ എന്ന് കണ്ണു തിരുമ്പായിരുന്നു. ഹീറോയിൻ ഷാക്കായിരുന്നു. ചങ്കൊക്കെ വന്നായിരുന്നു. ബേബി പാലാ എന്ന് പറഞ്ഞു. ഹീറോയിന് എല്ലാവരും പാല് കയറി കുടിക്കുമായിരുന്നു. ഹീറോയിൻ ഉണ്ടാക്കായിരുന്നു. അയ്യോ റേതോ എന്ന് പറഞ്ഞു ഓടി പോകാതെ. ചങ്കൊക്കെ അയ്യോ ഗോസ്റ്റല്ല പറഞ്ഞു നോർമലാണെന്ന്. അങ്ങനെ 6 മന്ത് പറയാൻ തുടങ്ങി. ഇല്ല ഞങ്ങൾക്ക് 7 പേർക്ക് മാരേജ് അത് എങ്ങനെയാണ് അത് എന്ന് ഹീറോയിൻ ഷാക്കായിട്ട് അവർ നോക്കായിരുന്നു. 6 പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു മാരേജ് നടന്ന കാര്യം എന്തെല്ലാം നടന്നത് എല്ലാം പറഞ്ഞു. ഇതെല്ലാം എൻ്റെ അനിയൻ്റെ പ്ലാനാ, നിങ്ങൾ കിഡ്നാപ്പ് ചെയ്തതാണോ? ശരി അവനക്ക് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചായിരുന്നു. അനിയൻ ഫോണേ എടുത്തില്ലായിരുന്നു. വെച്ചിട്ടുണ്ടായിരുന്നു കാപ്പ് എന്ന് പറയുന്നു. സോറി സാർ അറിയാതെ അവൻ കിഡ്നാപ്പ് ചെയ്താൽ സോറി, അതിൽ ചോക്ലേറ്റ് സാർ, അത് പോയ്സൺ ഒന്നുമല്ല സാർ എന്ന് പറയുന്നു. അപ്പോൾ പോയ്സൺ എന്ന് പറയുമ്പോൾ അപ്പോൾ ഷുഗർ സ്മിക് ചെയ്തായിരുന്നു. എന്താ പോയ്സൺ അല്ലേ? എനിക്കറിയോ അത് എന്ന് പറയായിരുന്നു. ഷുഗർ പറഞ്ഞിട്ട് ഷോക്കായിരുന്നു ഹീറോയ്ക്ക്. എന്താ അറിയോ? ഒരു ദിവസം ഷുഗർ വെളിയിൽ വന്നായിരുന്നു. അപ്പോൾ ഷുഗർ പറഞ്ഞ എന്തോ ഇതൊക്കെയായിരുന്നു. ഷുഗർ കേടായിരുന്നു. ഇത് അനിയനല്ലപ്പാന്ന് ഷുഗർ വന്ന് കേടിലൊക്കെയായിരുന്നു. അവനെ അതെ അവർ 7 പേര് കിഡ്നാപ്പ് ചെയ്യാൻ പോവാ, അതിലെല്ലാം പ്ലാനിങ് സക്സസ് ചെയ്യണടാ. ഇങ്ങനെ അവർ വെളിയിൽ വരും, അപ്പോൾ ഞാൻ കിഡ്നാപ്പ് ചെയ്യാം. ഒരു വെളിയിൽ വന്ന് എന്ത് ചെയ്യറാ എന്ന് ഹീറോയിൻ്റെ അനിയൻ എൻ്റെ ഫ്രണ്ട് ചോദിച്ചു. ഇല്ലടാ വരും, കണ്ടിട്ട് വെളിയിൽ വരും, അപ്പോൾ അവർ പിടിച്ചോണ്ട് പോയി മാരേജ് കഴിക്കുക, ഇതാണ് പ്ലാൻ എന്ന് പറഞ്ഞു. ഓഹോ ഇതാ എൻ്റെ പ്ലാന്, ശരി പ്ലാനൊക്കെ കളിച്ചതാ. ബാക്കി മാസത്തോടെ വന്ന് ഇങ്ങനെ നടന്ന കാര്യം പറഞ്ഞു. അവരെന്തേ വലിയ ഞമ്മ പറഞ്ഞ ചുമ്മാ പോകുന്ന മാതിരി അവർ വണ്ണ വെളിയിൽ മാസ്ക് ഇടാതെ പറഞ്ഞ് അവർ മയങ്ങി വീണു. ഇതെല്ലാം നടന്ന് അവർക്ക് ഓൾറെഡി അറിയും. ഇത് കേട്ട് ഹീറോയി വായിക്കുക ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുമോ? അപ്പോൾ എന്തിനാ ചെയ്തത്? ഇല്ല നിന്നെ കണ്ടാൽ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരുന്നു. അതുമാത്രമല്ല നാളെ ഗ്രാൻഡ് പ വരാൻ പോവാമെന്ന് ഹീറോയിനോട് പറഞ്ഞായിരുന്നു. ഗ്രാൻഡ് പ? അതെ എത്താനായി ഇവ വരാൻ പോകുന്നതെന്ന് ഹീറോയിനോട് പറഞ്ഞായിരുന്നു. ഷോക്കായിരുന്നു ഹീറോയ്ക്ക്. ശരി ഓക്കെ. നൈറ്റായിരുന്നു ഹീറോയിൻ ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് ഹീറോയിൻ മുങ്ങാൻ പോയിരുന്നു. അപ്പോൾ അങ്ങനെ ജങ്കൊക്കെ ഹീറോയിനെ പിടിച്ച്. അപ്പോൾ ജങ്കൊക്കെ പറയാൻ തുടങ്ങി നമുക്ക് എന്ത് ഇങ്ങനെയെല്ലാം അവരുടെ കണ്ണ് കാട്ടിയായിരുന്നു. അപ്പോൾ ജങ്കൊക്കെ പറയായിരുന്നു നമ്മളെല്ലാവരും പോയി വാ. അപ്പോൾ ജിന്നിനെ പിടിച്ച് എന്തിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ഹീറോയി ക്ലോസ് ആയി കിസ്സിങ് അതിന് റൊമാൻസ് നടക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ നൈറ്റ് നല്ല ഉറക്കം ഹീറോയ്ക്ക്. രാവിലെ നല്ല ഉറക്കമായിരുന്നു ഹീറോയ്ക്ക്. 7 വരെ എണിച്ചായിരുന്നു. ഹീറോയിൻ്റെ അനിയന് വീട്ടിലേക്ക് പോകുന്ന അമ്മനെ പിടിച്ച് വിളിച്ചായിരുന്നു. എന്തടാ പറഞ്ഞു അവർ ഇതാക്കിയായിരുന്നു. അങ്ങനെയായിട്ടും ഹീറോയിൻ നല്ല ഉറങ്ങായിരുന്നു. എല്ലാവരും ഹീറോയിനെ നോക്കുമായിരുന്നു. അങ്ങനെ അവർക്ക് ഫോൺ കോൾ വന്നായിരുന്നു. ഹലോ ഓക്കെ ഞങ്ങൾ വരാം, ഇപ്പല്ല കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിനെ നോക്കുമായിരുന്നു. അങ്ങനെ ജങ്കൊക്കെ പറഞ്ഞു 6 മിനിറ്റ് പറഞ്ഞായിരുന്നു. ശരിടാ ഞങ്ങൾ വെളിയിൽ പോകാൻ പറഞ്ഞു.
ജങ്കൊക്കെ പറഞ്ഞു ജങ്കൊക്കെ ഹീറോയിനെ എടുത്തുകൊണ്ട് ബാത്റൂം കൊണ്ടുപോയായിരുന്നു, ക്ലീൻ ചെയ്ത് എന്താ കുളിപ്പിച്ചിട്ട് കൊണ്ടുപോയായിരുന്നു. ഹീറോയി പറയുന്നു നിനക്ക് വേറെ പണിയില്ലടാ, എന്നിട്ട് എന്നെ കുളിപ്പിക്കുന്നത്. ഹീറോയ്ക്ക് അറിയായിരുന്നു. ഇല്ല ബേബി ഞാൻ ക്ലീൻ ചെയ്ത് വരാം എന്ന് പറഞ്ഞു. അവിടെ എന്ന് പറഞ്ഞായിരുന്നു. ആറാം ക്ലീൻ ചെയ്യാൻ പോയായിരുന്നു. അതുകൊണ്ട് ആറമ്മക്ക് കോൾ വന്നു, അതുകൊണ്ട് ആറാം പോയായിരുന്നു. എന്നെ ഹീറോയെ കുറിച്ച് ഫ്രഷായി ഡ്രസ്സ് ഇട്ടിട്ട് വന്നായിരുന്നു. അപ്പോൾ കാറിന് വോയിസ് കേട്ടു. കാറ് എൻ്റെ അടുത്ത് നോക്കുമ്പോൾ അവിടെ ഗ്രാൻഡ് പ വന്നായിരുന്നു. അതെ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഇന്ത്യയിലെല്ലാം കറങ്ങിയ ശേഷം ഈ കൊറിയക്ക് പോയി. കൊറിയയിൽ മാരേജും നടന്നു. ഹീറോയുടെ ഫ്രണ്ടിക്കും ഒന്നിവിടെ മനസ്സിലായില്ലായിരുന്നു എന്തടി ഇവിടെ സംഭവിക്കുന്നത്, ഇവൾക്ക് മാരേജ് പോയി എന്ന് അവർക്ക് ഷോക്കായിരുന്നു. അങ്ങനായിട്ട് ഇങ്ങനെ കുറേ ഡേയ്സ് കഴിഞ്ഞായിരുന്നു ഹീറോയ്ക്ക് ബേബീസ് ജനിച്ചു. 7 ബേബീസ് ഉണ്ടായിരുന്നു. ഹീറോയി പറയുന്നു കുറേ ഡേയ്സ് എനിക്ക് ബേബീസ് ജനിച്ചു. ബേബീസിനെ കാണുമ്പോൾ ഹീറോ തല കഴിച്ചായിരുന്നു. അങ്ങനെ 7 ബോയ്സ് അവർ കമ്പനിക്ക് പോയായിരുന്നു. ഹീറോയി തല കഴിച്ച് ബേബീസ് ഉണ്ടാകും. ഗ്രാൻഡ് പടയിൽ ചിരിക്കായിരുന്നു. ഹീറോയിൻ്റെ മമ്മി ഡാഡി വന്നായിരുന്നു. ഹീറോയി തല കഴിയത് വലിയ സൗണ്ട് കേട്ടോ. ഹീറോയി പുറത്ത് തുറന്നു. ഹീറോയുടെ ഫ്രണ്ടാ മച്ചി എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് നോക്കി ഷാക്കായിരുന്നു. എന്തടി 7 ബേബീസ് ആണോ? നിങ്ങളോട് പറയായിരുന്നു ബേബീസ് ജനിച്ചെന്ന് പറഞ്ഞായിരുന്നു. ബേബി 7 ബേബിയാന്ന് വായി പൊളന്നവർ നോക്കായിരുന്നു. ക്യൂട്ടായിട്ടുണ്ടല്ലോ മച്ചി എന്ന് പറഞ്ഞു. ഹീറോയി മുറക്കായിരുന്നു അവർ നോക്കിയിട്ട്. എന്തടി നീ പറഞ്ഞത്, ബേബി ക്യൂട്ടായിട്ടുണ്ട് മച്ചി ഇത് പറയായിരുന്നു. ഹീറോയിൻ്റെ അനിയനെ നോക്കായിരുന്നു. അനിയനെ നോക്കി ഹീറോയി മുറക്കായിരുന്നു. എന്നില്ല എല്ലാത്തിൽ കാരണം നീടാ എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ അനിയനെ പൊച്ചു തയ്ക്കായിരുന്നു. എല്ലാത്തിൽ കാരണം ഞാൻ മാത്രമല്ല, അവർ ലവ് ചെന്ന് കാറ്റ് നീരാവും ലവ് ചെയ്ത് കാര്യം നിൻ്റെ ചെറുതാണ് ഈ ബേബീസ് എന്നിട്ട് അയക്ക് ഹീറോയി പറയായിരുന്നു. എനിക്ക് വെച്ചിട്ടുണ്ടൊരു ആപ്പ് എന്ന് ഹീറോയി നോക്ക് മുറക്കായിരുന്നു. അപ്പോൾ ഒരു ഗേൾ വന്നായിരുന്നു, നല്ല ക്യൂട്ടായിട്ട് ഗേള്. ഹീറോയ്ക്ക് ഉള്ളത്തന്നെ ഒരു പ്ലാൻ ഇട്ടായിരുന്നു. ഓ ശരി ശരി എന്ന് പറഞ്ഞു. ഹീറോയിൻ അനിയർക്ക് ഒന്നും മനസ്സിലായില്ല. എന്താ അമ്മ കോളേജ് ഇവിടെ പഠിക്കട്ടവൻ എന്ന് പറഞ്ഞു. ഹീറോയിൻ അനിയൻ ഷോക്കായിരുന്നു. എന്താ ചേച്ചി പറഞ്ഞേ? ഒന്നില്ലടാ വെച്ചിട്ടുണ്ട് ആപ്പ് വേടാ ഇങ്ങനെ പറഞ്ഞു. അവനക്കറിയില്ല ഹീറോയിൻ്റെ അനിയനക്ക് നല്ല രാത്രിയായിരുന്നു, നല്ല ഉറക്കായിരുന്നു. ഹീറോയിൻ എല്ലാവരോടും പറഞ്ഞ് അവർക്ക് ഷോക്കായിരുന്നു. എന്താ അങ്ങനെ അവളെ മിയ വന്നത് ഒരു ക്യൂട്ട് ഗേൾ വന്നായിരുന്നു, പേര് മിനി. മിനി വന്ന് ഹായ് എന്താ മിനിയോട് കരഞ്ഞു. മിനി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു.